സഞ്ജു സാംസൺ വീണ്ടും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മടങ്ങി തന്നെ കേട്ടോ. T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കവേ ഒരു മത്സരം പോലും കളിക്കാൻ പറ്റാതെ ഫുൾ മത്സരങ്ങളും ബെഞ്ചിലിരിക്കേണ്ടി വരും എന്ന് വിചാരിക്കവേ സഞ്ജുവിന് ലോട്ടറി എന്ന വിധമാണ് കേട്ടോ ഈ ഒരു ചാൻസ് വന്നിരിക്കുന്നത്. 12-ാം തീയതി നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ രണ്ടാമത് T20 മത്സരത്തിൽ ഇഷാൻ കിഷാൻ്റെ കൂടെ ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സഞ്ജു സാംസൺ ആണ് എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. രണ്ടാമത് T20 മത്സരം നടക്കാനായിട്ട് പോകുന്നത് നമീബിയയുടെ കൂടെയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ അഭിഷേക് ശർമ്മയ്ക്ക് ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടൊക്കെ ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇത്ര ദിവസങ്ങൾ ഗ്യാപ്പ് ഇട്ടുന്നത് കൊണ്ട് തന്നെ നമീബിയയുടെ കൂടെ എന്തായാലും അഭിഷേക് ശർമ്മ തന്നെ ഓപ്പൺ ചെയ്യുമെന്നായിരുന്നു അന്നും സംശയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയും അസുഖം മാറാത്തത് കൊണ്ടും എന്തായാലും അഭിഷേക് ശർമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഓപ്പൺ സ്ഥാനത്തിലേക്ക് മുൻപ് ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ തന്നെ വരും എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. അതിന് തുടക്കമെന്നുള്ള നിലയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസം ട്രെയിനിങ് സെക്ഷനിൽ ഇഷാൻ കിഷാൻ്റെ കൂടെ ഫുൾ ടൈം നെറ്റ്സിൽ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കേട്ടോ സഞ്ജു സാംസൺ. അഭിഷേക് ശർമ്മയാണെങ്കിൽ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഒന്നാമത് T20 മത്സരത്തിലും ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്തിട്ട് 0 റൺ എടുത്തിട്ട് അഭിഷേക് ശർമ്മ ഔട്ടായി ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു ബാൾ പോലും അദ്ദേഹം ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തൊരു പരിക്കുണ്ട് എന്നുള്ളത് ഓൾറെഡി റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു രണ്ടാമത് T20 മത്സരത്തിൽ എന്തായാലും സഞ്ജു സാംസൺ ഇറങ്ങും എന്ന് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. ഈ ഒരു അവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ സഞ്ജു സാംസൺ അത് മുതലാക്കുമോ എന്നുള്ളതാണ് വേറൊരു വശം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പരമ്പരയായിട്ടുണ്ടായിരുന്ന ന്യൂസിലാൻഡുമായിട്ട് നടന്ന പരമ്പരയിൽ 5 ഇന്നിങ്സിലായിട്ട് വെറും 46 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലോകകപ്പിൽ നിന്നും അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ഥാനത്തിൽ നിന്നും അതേപോലെ തന്നെ പ്ലേയിങ് 11-ൽ നിന്ന് തന്നെ മാറ്റാനുള്ളൊരു കാരണം. കഴിഞ്ഞ ന്യൂസിലാൻഡുമായിട്ട് നടന്ന പരമ്പരയിൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ടായിരുന്നു ഇഷാൻ കിഷാൻ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിലക് വർമ്മയ്ക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് അദ്ദേഹം പ്ലേയിങ് 11-ൽ വന്നു. പ്ലേയിങ് 11-ൽ വന്നിട്ട് 1 ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. തിലക് വർമ്മ വന്നു കഴിഞ്ഞാൽ ഇഷാൻ കിഷാൻ കയറി ഇരിക്കേണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചാൻസ് കിട്ടിയത് ഇഷാൻ കിഷാൻ മുതലാക്കിയത് കൊണ്ടും സഞ്ജു അവിടെ ഫ്ലോപ്പ് ആയതുകൊണ്ടും സഞ്ജുവിൻ്റെ സ്ഥാനത്തിലേക്ക് ഇഷാൻ കിഷാൻ വരികയും തിലക് വർമ്മ തിരിച്ചു വന്നതോടു കൂടിയിട്ട് സഞ്ജു ഔട്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലോകകപ്പിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയും വന്ന്. എന്നിരുന്നാൽ തന്നെ ചിലപ്പോൾ ഈ ഒരു കളി മാത്രമായിരിക്കും ഈ ഒരു ലോകകപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു വശം. കാരണം അടുത്ത കളിയിൽ അഭിഷേക് ശർമ്മ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനും ഇല്ല. അഭിഷേക് ശർമ്മ പ്ലേയിങ് 11-ൽ വരും, അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം.